ഹായ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. കഴിഞ്ഞ ദിവസം ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന എക്സാമുമായി റിലേറ്റ് ചെയ്ത് ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. അതിനൊരു വാട്സപ്പ് ലിങ്കും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ഡെമോ ക്ലാസ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. വളരെ ചെറിയ ഒരു ടോപ്പിക്ക് ഏറ്റവും സിമ്പിളായി ഏറ്റവും കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ട് നോക്കുക. ഫിസിക്സിലും കെമിസ്ട്രിയിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സെമി കണ്ടക്ടർ. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണാം. സെമി കണ്ടക്ടേഴ്സ്, they are materials whose electrical properties lies between കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇടയിലായിട്ട് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വരുന്ന മെറ്റീരിയൽസിനെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് ഒക്കെ പറയാം. അപ്പോൾ മെറ്റൽസിന് നല്ല കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും, ഇൻസുലേറ്ററിന് കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവയ്ക്ക് ഇടയിലായിട്ട് വരുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. എക്സാമ്പിളാണ് സിലിക്കൺ, ജെർമേനിയം, അതൊക്കെ. ഇനി മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, സെമി കണ്ടക്ടേഴ്സ് ആർ ബൈപോളാർ. ബൈപോളാർ ആണെന്ന് പറയാൻ കാരണം ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ക്യാരി കറണ്ട് ഇൻ ദ ഡിവൈസ്. നമുക്കറിയാം എൻ ടൈപ്പും പി ടൈപ്പും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇലക്ട്രോൺസും അതുപോലെ ഹോൾസും കറണ്ട് ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ബൈപോളാർ എന്നൊരു ടേം കൊണ്ടാണ് പറയാറുള്ളത്. കാരണം ഇപ്പോൾ ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ NPN അതുപോലെ PNP ഈ രണ്ട് കോൺഫിഗറേഷനും നമ്മൾ ട്രാൻസിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് NPN. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, ഇലക്ട്രോൺസ് വരുന്ന കേസും ഉണ്ട്, PNP എന്ന് പറയുമ്പോൾ ഹോൾസ് വരുന്ന കേസും ഉണ്ട്. അപ്പോൾ ബോത്ത് ആർ ക്യാരി കറണ്ട്, സോ ദേ ആർ കോൾഡ് ബൈപോളാർ. അതിൻ്റെ കണ്ടക്ടിവിറ്റി, അതായത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് ഒരു റേഞ്ച് ഉണ്ട്, 10⁻⁻6 to 10⁻4 per ohm per centimeter. ആ രീതിയിൽ കണ്ടക്ടിവിറ്റി ഒക്കെ പറയാറുണ്ട്. പിന്നെ 2 ടൈപ്സ് ആണ് സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡോപ്പിംഗ് പ്രോസസ്സ്? ഡോപ്പിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. അങ്ങനെയുള്ള സെമി കണ്ടക്ടറിലേക്ക് ഒരു സർട്ടൻ എമൗണ്ട് ഇംപ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് ഡോപ്പൻസ്. അതായത് ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്കാണ് നമ്മൾ ഈ ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ എന്താണ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് എ സർട്ടൻ എമൗണ്ട് ഓഫ് സ്പെസിഫിക് ഇംപ്യൂരിറ്റി കോൾഡ് ഡോപ്പൻസ് ടു എ പ്യുവർ സെമി കണ്ടക്ടർ ടു ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടെന്ന്. അതിൽ ഫസ്റ്റ് കേസാണ് ഇൻട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ അവിടെ ഡോപ്പിംഗ് ഇംപ്യൂരിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല, പ്യുവർ ആയിരിക്കും. സെമി കണ്ടക്ടേഴ്സ് ഫ്രീ ഫ്രം ഡോപ്പിംഗ് ഇംപ്യൂരിറ്റീസ് ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത, ഇത് ഇൻസുലേറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അറ്റ് 0 Kelvin. എന്നാൽ അറ്റ് ഹൈ ടെമ്പറേച്ചറിലോ ഇറ്റ് ഈസ് കണ്ടക്ടർ. ഇറ്റ് ബിഹേവ് ആസ് എ കണ്ടക്ടർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്യുവർ കണ്ടക്ടേഴ്സ് എന്ന്. അപ്പോൾ നമ്മുടെ 4th ഗ്രൂപ്പ് എലമെൻറ്റ്സ് കാർബൺ ഫാമിലിയിലുള്ള ജെർമേനിയം, സിലിക്കൺ, ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്. ഇവയുടെ ഒരു പ്രത്യേകത ദ പോസസ് ഡയമണ്ട് ക്യൂബിക് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഈ ജെർമേനിയം ആണെങ്കിലും സിലിക്കൺ ആണെങ്കിലും ഇതൊക്കെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. ദേ പോസസ് ഡയമണ്ട് ക്യൂബിക് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടേക്ക് നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലാർജ് ക്വാണ്ടിറ്റി ഇംപ്യൂരിറ്റീസ് തന്നെ ഈ സെമി കണ്ടക്ടേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രസൻ്റ് ആയിരിക്കും.
ഈ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ തേർഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അലുമിനിയം ഇൻഡിയം ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് തേർഡ് ഗ്രൂപ്പ്. അതല്ലെങ്കിൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ഇതൊക്കെയാണ് ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഇവയൊക്കെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് ഏത് തരം ഇമ്പ്യൂരിറ്റീസ് ആണെന്ന് നോക്കിയിട്ട് ഇതിനെ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ടൈപ്പ് സെമി കണ്ടക്ടർ ഇവിടെ പറയുന്നത് പെൻഡാവാലൻ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നൈട്രജൻ ഫാമിലിയിൽ വരുന്ന 15th ഗ്രൂപ്പിലുള്ള നൈട്രജൻ ഫാമിലിയിൽ വരുന്ന ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി എന്നിങ്ങനെയുള്ള എലമെൻറ്റ്സ് അത് നമ്മൾ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യാണ്. അവയുടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ് ഈ പെൻഡാവാലൻ എലമെൻറ്റ്സ്. അറിയാം, നൈട്രജൻ ഫാമിലിയിൽ വരുന്ന ഈ ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി ഇവയുടെയൊക്കെ വാലൻസി വരുന്നത് 5 ആണ്. അങ്ങനെയുള്ള ഇവരെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജെർമേനിയം, സിലിക്കൺ ആ ഒരു ടീമിലേക്കാണ്. അപ്പോൾ 4 ഇലക്ട്രോൺസുമായിട്ട് ഇവർ കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട് സെമി കണ്ടക്ടേഴ്സ് ഏത് ബോണ്ടാണ് ഫോം ചെയ്യുന്നതെന്ന്. ഓർത്ത് വയ്ക്കുക, കോവലന്റ് ബോണ്ടിങ് ആണ്. 4 ഇലക്ട്രോൺസുമായിട്ട് ഇവർ കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും ഫോർ നൈബറിങ് പ്യുവർ സെമി കണ്ടക്ടർ ആറ്റോമായിട്ട്. കോവലന്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് മാത്രമേ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു ഇലക്ട്രോൺ അവിടെ എക്സ്ട്രാ വന്ന് നിൽക്കും. ആ ഇലക്ട്രോൺ ആണ് ഇവിടെ നമുക്ക് കാരിയറായിട്ട് വരുന്നത്. Means after forming 4 covalent bonds with the silicon or germanium, 1 excess electron is left on each of these atoms. This excess electron gives rise to electronic conduction അല്ലെങ്കിൽ n type conduction അവിടെ ഫോം ചെയ്യുന്നു. ഇവിടെ വരുന്ന excess electron മുഖേന. Thus silicon or germanium doped with electron rich group, അതായത് 15 എലമെൻസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവയുമായിട്ട് സിലിക്കണും ജെർമേനിയം ഡോപ്പ് ചെയ്യുമ്പോഴാണ് n ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവുന്നത്. പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. സിലിക്കണും ഫോസ്ഫറസും തമ്മിൽ 4 കോവലന്റ് ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. 1 ഇലക്ട്രോൺ എക്സ്ട്രാ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കേസാണ് പി ടൈപ്പ്. ഇവിടെ ഡോപ്പിംഗ് നടക്കുന്നത് ഗ്രൂപ്പ് 13 എലമെൻസുമായിട്ടാണ്. അതായത് അലുമിനിയം, ഗാലിയം, ഇൻഡിയം അതൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അലുമിനിയം എടുത്തു കഴിഞ്ഞാൽ അവിടെ ബോറോണിൻ്റെ ഫാമിലിയിലാണ്, വാലൻസി 3 ആണ് വരുന്നത്. അപ്പോൾ സിലിക്കണും ജെർമേനിയവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 3 കോവലന്റ് ബോണ്ട്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സിലിക്കൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ 4 എണ്ണമാണ് ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ 3 ബോണ്ട് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. 4th വാലൻസ് ഇലക്ട്രോൺ അവിടെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രോൺ ഹോളാണ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്രം നൈബറിങ് ആറ്റം എന്ത് ചെയ്യും, ആ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അപ്പുറത്ത് വേറൊരു ഇലക്ട്രോൺ ഹോള് വരും. തൊട്ടടുത്തിരിക്കുന്ന ആൾ ആ ഹോള് ഫില്ല് ചെയ്യും. അപ്പോൾ വീണ്ടും അപ്പുറത്ത് വേറെ ഹോള് ഫോം ചെയ്യും. അങ്ങനെ ഈ ഹോൾ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലീവ് എൻ ഇലക്ട്രോൺ ഹോൾ അറ്റ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഈ ഹോള് മുഖേന, അതിങ്ങനെ മൂവ് ചെയ്യുന്നത് മുഖേന ക്രിസ്റ്റൽ ഗിവിങ് ടു എ പോസിറ്റീവ് ഹോൾ കണ്ടക്ഷൻ. ഈ ഹോള് കാരണം അവിടെ എന്താണ് ഉണ്ടാവുന്നത്, പോസിറ്റീവ് ഹോൾ കണ്ടക്ഷൻ ആണ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇവിടെ ഹോളാണ് നമുക്ക് കാരിയറായിട്ട് വരുന്നത്. ദെൻ ഇതിനെ പോസിറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് പി. നേരത്തെ എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ പി ടൈപ്പ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ വരുന്നത്. ഇനി അതിൻ്റെ പിക്ചർ നോക്കിയാൽ അറിയാം, അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 കോവലന്റ് ബോണ്ട് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് വാക്കൻസി കിടപ്പുണ്ട്, അവിടെയാണ് ഹോള് വന്നിരിക്കുന്നത്.
അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. നെക്സ്റ്റ് വൺ, ഡയോഡ്. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ ബ്രിങ്ങിങ് ടുഗദർ എ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് റീജിയൻ. പി ടൈപ്പ് റീജിയനും എൻ ടൈപ്പ് റീജിയനും സെയിം സെമി കണ്ടക്ടർ ലാറ്റിസിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു ഡയോഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഈ ഡയോഡിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റെക്ടിഫയേഴ്സിലും LED-യിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു അലോ എൻ ഇലക്ട്രിക് കറൻറ്റ് ടു പാസ് ഇൻ വൺ ഡയറക്ഷൻ. വൺ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലേക്കാണ് കറണ്ടിനെ പാസ് ചെയ്യുന്നത്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് ഡയോഡിന്. ഒരു ഏരോ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഈ ഏരോ ആണ് ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് കറണ്ട് ഫ്ലോനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡയോഡിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ലേസർ ഡയോഡ്, ദെൻ അവലാൻച്ച് ഡയോഡ്, സെനർ, ഷോർട്ട് കീ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, PN ജംഗ്ഷൻ ഡയോഡ്. ഇവിടെ നമ്മൾ PN ജംഗ്ഷൻ എന്താണെന്നൊന്ന് നോക്കാം. PN ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് ഒരു N ടൈപ്പും P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ്. അതായത് വെൻ എ N ടൈപ്പ് ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആർ ജോയിൻ ടുഗദർ എ PN ജംഗ്ഷൻ ഈസ് ഫോംഡ്. ഈ രണ്ടെണ്ണത്തിൻ്റെയും ബൗണ്ടറി ഉണ്ടല്ലോ, അതായത് പി ടൈപ്പിൻ്റെയും എൻ ടൈപ്പിൻ്റെയും ഇടയിലുള്ള ആ ബൗണ്ടറിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ റീജിയനാണ് ജംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ PN ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇലക്ട്രോൺസ് N സൈഡിൽ നിന്നും P സൈഡിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് അവ റീകമ്പൈൻ വിത്ത് ദ ഹോൾസ്. ഇനി ഹോൾസ് ഫ്രം ദ P സൈഡ് സിമിലർലി മൂവ്സ് ടു ദ N സൈഡ്. എന്നിട്ട് അവിടെ റീകമ്പൈൻ വിത്ത് ദ ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്കറിയാം അവിടെ നെഗറ്റീവും പോസിറ്റീവും ആണ് അല്ലേ. നെഗറ്റീവ് സൈഡിൽ നിന്നും അത് പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയും ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഹോൾസ് ആണെങ്കിലോ പോസിറ്റീവ് സൈഡിൽ നിന്നും നെഗറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയും ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു ഫ്ലോയുടെ ഫലമായിട്ട് അവിടെ N സൈഡിന് നെറ്റ് പോസിറ്റീവ് ചാർജ് വരും. N സൈഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡ് അല്ലേ, അതിന് നെറ്റ് പോസിറ്റീവ് ചാർജും P സൈഡിന് നെറ്റ് നെഗറ്റീവ് ചാർജുമാണ് വരുന്നത്. ദിസ് ഈസ് PN ജംഗ്ഷൻ. വൺ, ഡിപ്ലീഷൻ റീജിയൻ. ദ റീജിയൻ അറൗണ്ട് ദ ജംഗ്ഷൻ ഈസ് ലെഫ്റ്റ് വിത്ത് നൈദർ ഹോൾസ് നോർ ഫ്രീ ഇലക്ട്രോൺസ്. ഇവിടെ ഹോൾസും ഉണ്ടായിരിക്കുന്നതല്ല ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കുന്നതല്ല. സോ ഒരു ന്യൂട്രൽ റീജിയൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. വിച്ച് ഹാസ് നോ ചാർജ് കാരിയേഴ്സ്. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ ലെയർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ലെയറിന് ചാർജ് കാരിയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. എ പ്യുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ദാറ്റ് ഈസ് ഡിപ്ലീഷൻ റീജിയൻ. നെക്സ്റ്റ് വൺ, ഫോർവേഡ് ബയാസ് ആൻഡ് റിവേഴ്സ് ബയാസ്. അപ്പോൾ നമുക്കറിയാം ഇവയ്ക്കൊരു കണക്ഷൻ നമ്മൾ കൊടുക്കാറില്ലേ. ഇപ്പോൾ ചിത്രമൊക്കെ വരച്ചിട്ട് ബാറ്ററിക്ക് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഓഫ് ദ ഡയോഡ് ടു പോസിറ്റീവ് ഓഫ് സപ്ലൈക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഫോർവേഡ് ബയാസ്. അതുപോലെ തന്നെ നെഗറ്റീവ് ഓഫ് ഡയോഡ് ടു നെഗറ്റീവ് ഓഫ് സപ്ലൈ, ദാറ്റ് ഈസ് ഫോർവേഡ് ബയാസ്. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ബയാസ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് കണക്ട് പോസിറ്റീവ് ഓഫ് ദ ഡയോഡ് ടു നെഗറ്റീവ് ഓഫ് സപ്ലൈ, നെഗറ്റീവ് ഓഫ് ഡയോഡ് ടു പോസിറ്റീവ് ഓഫ് സപ്ലൈ. അതിനെയാണ് റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, വാട്ട് ഈസ് ഫോർവേഡ് ബയാസ് ആൻഡ് റിവേഴ്സ് ബയാസ്. ടോപ്പിക്കാണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ converting AC to DC is accomplished by the process of rectification. AC എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റിംഗ് കറൻറ്റും DC ഡയറക്റ്റ് കറൻറ്റുമാണ്. അപ്പോൾ
ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ ഡയറക്റ്റ് കറൻറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. രണ്ട് പ്രോസസ്സാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ആൻഡ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ. ഇവയുടെ പ്രത്യേകത സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ആണ്. രണ്ടും പർപ്പസ് സെയിം തന്നെയാണെങ്കിലും സിംപ്ലസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ആണ്. ഇതിനു വേണ്ടി ആകെ ഒരു ഡയോഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ 4 ഡയോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ pentavalent impurity has dash valence electron. Options 3, 5, 4, 6. Correct answer option 2, 5. Second question, an n-type semiconductor is dash. Positively charged, negatively charged, electrically neutral, none of the above. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം, കാരണം എൻ ടൈപ്പ് നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലേ എന്ന്. പക്ഷെ ഇവിടെ ആൻസർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിലും ഇത് ന്യൂട്രൽ ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും അതേപോലെ തന്നെ ഇലക്ട്രോൺസുമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ന്യൂട്രൽ ആണ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആർ ന്യൂട്രൽ ഇൻ ചാർജ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. തേർഡ് ക്വസ്റ്റ്യൻ, addition of trivalent impurity to a semiconductor creates many dash. Options holes, free electrons, valence electrons, bound electrons. Correct answer option 1, holes. A hole in a semiconductor is defined as dash. Options a free electron, the incomplete part of an electron pair bond, a free proton, a free neutron. Correct answer option 2, the incomplete part of an electron pair bond. In a semiconductor, current conduction is due to dash. Options only holes, only free electrons, holes and free electrons, none of the above. Correct answer option 3, holes and free electrons. The random motion of holes and free electrons due to thermal agitation is called dash. Options diffusion, pressure, ionization, none of the above. Correct answer option 1, diffusion. A semiconductor is formed by dash bonds. Options covalent, electrovalent, coordinate, none of the above. Correct answer option 1, covalent. The most commonly used semiconductor is dash. Options germanium, silicon, carbon, sulfur. Correct answer option 2, silicon. A semiconductor has generally dash valence electron. Options 2, 3, 6, 4. Correct answer option 4, 4. The resistivity of a pure silicon is about dash. Options 100 ohm centimeter, 6000 ohm centimeter, 3 into 10 raised to 5 ohm centimeter, 6 into 10 raised to minus 8 ohm centimeter. Correct answer option 2, 6000 ohm centimeter. When a pentavalent impurity is added to a pure semiconductor, it becomes options an insulator, an intrinsic semiconductor, p-type semiconductor, n-type semiconductor. Correct answer option 4, n-type semiconductor. Addition of pentavalent impurity to a semiconductor creates many dash. Options free electrons, holes, valence electrons, bound electrons. Correct answer option 1, free electrons. A forward biased PN junction diode has a resistance of the order of ohm, kilo ohm, mega ohm, none of the above. Correct answer option 1, ohm. A reverse bias PN junction has a dash.
very narrow depletion layer, almost no current, very low resistance, large current flow. Correct answer option 2, almost no current. A PN junction acts as a dash, controlled switch, bidirectional switch, unidirectional switch, none of the above. Correct answer option 3, unidirectional switch. A PN junction acts as an electrical switch. Next one, the leakage current across a PN junction is due to dash, minority carriers, majority carriers, junction capacitance, none of the above. Correct answer option 1, minority carriers. In the case of forward bias, PN junction diode produces a forward current. It is due to the majority charge carriers. But in the case of reverse biasing, PN junction diode produces a leakage current, which is due to minority charge carriers. So here the answer minority carriers. Room temperature, an intrinsic semiconductor has dash, many holes only, a few free electrons and holes, many free electrons only, no holes or free electron. Correct answer option 2, a few free electrons and holes. At absolute temperature, an intrinsic semiconductor has dash, a few free electrons, many holes, many free electrons, no holes or free electron. Correct answer option 4, no holes or free electron. Absolute temperature no holes or free electron. റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ സാധാരണ ന്യൂട്രൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും അതുപോലെ ഹോൾസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. At room temperature, an intrinsic silicon crystal acts approximately as a battery, a conductor, an insulator, a piece of copper wire. Correct answer option 3, an insulator. കാരണം ഇവിടെ ന്യൂട്രൽ ആയിരിക്കും ചാർജ് എന്ന് പറഞ്ഞു. അതായത് അവിടെ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല, ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. The term bias in electronic usually means dash, the value of AC voltage in the signal, the condition of current through a PN junction, the value of DC voltage for the device to operate properly, the status of the diode. Correct answer option 3, the value of DC voltage for the device to operate properly. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഒക്കെ കണ്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി, ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു.